കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച സംയുക്ത തന്ത്രപരമായ പ്രതിരോധ കരാറിന്റെ ഭാഗമായി 13,000 സൈനികരും 10 മുതൽ 18 വരെ ജെറ്റുകളും അടങ്ങുന്ന പാകിസ്ഥാൻ സൈനിക സംഘം സൗദി അറേബ്യയിലെത്തിയതായി ഗൾഫ് രാജ്യം ശനിയാഴ്ച പ്രഖ്യാപിച്ചു. കിഴക്കൻ മേഖലയിലെ കിങ് അബ്ദുൾ അസീസ് വ്യോമതാവളത്തിലേക്ക് വിന്യസിച്ചിരിക്കുന്ന സൈനിക സംഘത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും സഹായ വിമാനങ്ങളും ഉൾപ്പെടുന്നുവെന്ന് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. സംയുക്ത സൈനിക ഏകോപനം വർദ്ധിപ്പിക്കുക, ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾ തമ്മിലുള്ള പ്രവർത്തന സന്നദ്ധത മെച്ചപ്പെടുത്തുക, പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ സുരക്ഷയും സ്ഥിരതയും പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ വിന്യാസത്തിന്റെ ലക്ഷ്യമെന്ന് സൗദി സർക്കാർ കൂട്ടിച്ചേർത്തു. ഒരു രാജ്യത്തിന് നേരെയുള്ള ഏതൊരു ആക്രമണവും മറ്റൊരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൗദി അറേബ്യയിലേക്ക് സൈന്യത്തെയും ജെറ്റുകളെയും അയക്കുമെന്ന് ഒരു പാകിസ്ഥാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് വിമാനങ്ങളും സൈന്യവും അയച്ചിരുന്നുവെന്ന് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വിദഗ്ധനായ മുഹമ്മദ് മെഹദി PTIയോട് പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴാണ് സൗദി അധികൃതർ വാർത്ത പുറത്തുവിട്ടത്. കഴിഞ്ഞ മാസം ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിനിടെ പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് മിസൈൽ ഇന്റർസെപ്റ്ററുകൾ അയച്ചിട്ടുണ്ടെന്ന് PTIയോട് സംസാരിച്ച മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 2025 സെപ്റ്റംബർ 17 പാകിസ്ഥാനും സൗദിയും തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ കരാർ പ്രകാരം ഏതെങ്കിലും ഒന്നിനെതിരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇറാനെതിരെ സൗദി സൈനിക നടപടി സ്വീകരിക്കുകയാണെങ്കിൽ പാകിസ്ഥാനും ഒപ്പം ചേരാൻ നിർബന്ധിതരാകും. ഇറാൻ US സംഘർഷത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണിത്. US-ഉമായുള്ള സംഘർഷത്തിനിടെ ഇറാൻ നിരവധി തവണ സൗദിയിലെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ജൂൺ മാസത്തോടെ വിദേശ പണമടയ്ക്കലുകൾ നടത്തുന്നതിന് മുന്നോടിയായി ദുർബലമായ വിദേശ കരുതൽ ശേഖരത്തിലുള്ള സമ്മർദ്ദം ലഘൂകരിക്കാൻ സഹായിക്കുന്നതിന് സൗദി അറേബ്യയും ഖത്തറും പാകിസ്ഥാൻ $5 ബില്യൺ വരെ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ബാഹ്യ ധനസഹായ ആവശ്യങ്ങളും വിശാലമായ സാമ്പത്തിക സമ്മർദ്ദത്തിനിടയിൽ കരുതൽ ധനം ദുർബലമാകുന്നതും പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സഹായം ലഭിക്കുന്നത് എന്ന റിപ്പോർട്ട്. സൗദി ധനകാര്യമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ജദാൻ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ചയും നടത്തി. സാമ്പത്തിക സഹകരണവും പ്രാദേശിക വികസനവും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടന്നു. ഔപചാരിക കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും ഇരുപക്ഷവും തമ്മിൽ സാമ്പത്തിക സഹായ ചർച്ചകൾ നേരത്തെ തന്നെ നടന്നിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനിടെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ഇറാൻ US ചർച്ചകൾ പരാജയപ്പെട്ടതോടെ സംഘർഷം രൂക്ഷമാകുമോ എന്ന ആശങ്ക ഉയരുകയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം, ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് തീരുമാനമാകാത്തത്. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്നാണ് ഇറാന്റെ വാദം. US ഇത് അംഗീകരിക്കുന്നില്ല. സൈനിക നീക്കത്തിലൂടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. US പടക്കപ്പലുകൾ ഹോർമുസിനരികിലുമുണ്ട്. പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ച പരാജയപ്പെട്ടതോടെ ഇന്ധന പ്രതിസന്ധിയും തുടരുകയാണ്. തുടർ ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് ഇതുവരെ വ്യക്തമല്ല. ചർച്ച നടത്താൻ ഇറാൻ ഒരു ധൃതിയുമില്ലെന്നും പന്ത് അമേരിക്കയുടെ കോട്ടിലാണെന്നും ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുദ്ധത്തിലെന്ന പോലെ ചർച്ചകളിലും അമേരിക്കയ്ക്ക് കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് ഇറാൻ ആരോപിക്കുന്നു. യുക്തിസഹമായ ഒരു കരാറിന് അമേരിക്ക സമ്മതിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകില്ലെന്ന് മുന്നറിയിപ്പും നൽകി. ഇറാനും അമേരിക്കയും പല വിഷയങ്ങളിലും ധാരണയിലെത്തിയിട്ടുണ്ടെന്നും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു. 40 ദിവസത്തെ യുദ്ധത്തിനു ശേഷമാണ് ചർച്ചകൾ നടന്നത്. ഒരു കൂടിക്കാഴ്ച കൊണ്ട് തന്നെ കരാറിലെത്താമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാടുകളിൽ US വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നാണ് സൂചന. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ട്രംപിന്റെ നീക്കങ്ങളും പ്രധാനപ്പെട്ടതാണ്. ചർച്ച പരാജയപ്പെട്ടതോടെ ലെബനനിലെ ഇസ്രയേൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകാനിടയുണ്ട്. വെടിനിർത്തൽ കരാറിൽ നിന്ന് US പിന്മാറിയാൽ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ടതാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.